നാട്ടിലെ ഒരു 3000 പേരും ഇല്ലേ ജനങ്ങളില്ലേ, പിന്നെ ഇത്തരം പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തന്നെ പ്രശ്നമല്ല, ഇല്ല പലരും അറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നം. അറിവുണ്ടെങ്കിൽ ആൾക്കാർ വരും, അതിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ പയ്യെ ആൾ വരും. അറിവില്ലെന്ന് തന്നെയല്ല, രണ്ടാമത് ഞാൻ പറഞ്ഞ മറ്റുള്ളവർ എന്നാ ഓർക്കും. അതെ, അതുകൊണ്ട് ഉള്ളിലൊരു ഭയം. അവൻ ഞാൻ പറയുന്നല്ലോ, അവൻ എന്നാ ഓർക്കും. ഞാൻ പറയുമ്പോ അയ്യോ അവനത് പറഞ്ഞു, നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ വേറെ ചോദിച്ചാൽ അതിന് ഇവന് തിരിച്ച് മറുപടി പറയാനില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, മനസ്സിലാക്കണം. അത് മറുപടി പറയാൻ ഇല്ല വരുന്നത് എന്തുകൊണ്ട് അവസരം എന്ന് പറയുമോ? 1 രൂപ 100 രൂപ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കടപ്പാടാ. തീർച്ചയായിട്ടും. അപ്പോൾ അവൻ പറയുന്ന പോലെ കേട്ടോണം, അതിനിട വരരുത്. ഇടവരാതിരിക്കാനാണ് എല്ലാവർക്കും വേണ്ടി. എനിക്കിവിടെ വന്ന് കിടന്ന് അലച്ചിട്ട് എനിക്ക് എന്നാ പുണ്യം കിട്ടുന്നുള്ളൂ? അല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. പറയാൻ ആളില്ലാത്തടത്ത് വേണ്ടി പറയുകയെന്ന് കൂട്ടിയാൽ മതി. 4 പേർക്ക് പറയാൻ പറ്റുകയില്ല, അല്ല എല്ലാവർക്കും പറ്റിയെന്ന് പറ്റിയില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ അറിവ് വെച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞു. സത്യമുള്ളടോ ഒരിടവും ഇല്ലെന്നുള്ളത് സത്യമാണ്, അത് ഞാൻ എവിടെയും പറയാം. സത്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പറച്ചിലുണ്ട്, പ്രവൃത്തിയിലില്ല. ഒരു നല്ല ഉടുപ്പ് വിട്ട് നല്ലൊരു ഷർട്ട് വിട്ട് നല്ലൊരു ഡ്രസ്സും ചെയ്ത് നടന്നാൽ ഒരിക്കലും അതൊരിതല്ല. അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗവതേ ഉള്ളൂ. പക്ഷെ അവന് നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. ഒരു നല്ല മനസ്സ്. വേറെത്തന്നെ പറ്റിച്ചുണ്ടാക്കുന്നതോ വേറെത്തന്നെ പിടിച്ചു പറിച്ചുണ്ടാക്കുന്നതോ വേറെത്തനോട് ചുമ്മാ കിട്ടുന്ന കാശ് മേടിച്ചെടുക്കുന്നതോ അല്ല അവൻ്റെ വ്യക്തിത്വം. അധ്വാനിച്ച് ജീവിക്കുന്ന ഏതൊരു കൂലിപ്പണിക്കാരനാണേലും അവൻ അധ്വാനിച്ച് ജീവിച്ചാൽ അവൻ്റേതായ വിലയും നിലയുണ്ട്, ഇല്ലേ? അല്ലാത്തവർക്കില്ല. അതാണിപ്പോൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. പാറമട എന്ന് പറയുന്ന സംഭവം ഈ 110 ഏക്കർ ഈ ഇതുപോലൊരു സംരംഭം ഒരിക്കലും വരികയില്ല. ഇതിൻ്റെ പരിണത പോലെ ഇവർക്ക് ആർക്കും അറിയത്തില്ല. എന്നിട്ടാ അറിയായിരുന്നു എങ്കിൽ ആരും ഇതിന് സൈഡ് നിൽക്കുകയില്ല. അതാണ് കാരണം. ദൂരെ താമസിക്കുന്നവരിപ്പോൾ ഉള്ളനാട്ടിൽ കിടക്കുന്നവർക്ക് എനിക്ക് എന്നാ പ്രശ്നം? ഉള്ളനാട്ടിൽ കിടക്കുന്നവർക്ക് എനിക്ക് എന്നാ പ്രശ്നം? ഞാൻ അവിടെ അല്ല. ഇവിടെ കിടക്കുന്നവർ നോക്കുമ്പോൾ ഇവിടെ കിടക്കുന്നവർക്ക് എന്നാ ഒരു പ്രശ്നമില്ലേ? എന്നാ ഒച്ചയാ? 5:30 ഇടി തുടങ്ങി കഴിഞ്ഞാൽ ഓർത്തു 4 ഇടി എന്ന് പറഞ്ഞാൽ ബ്രേക്കറിൻ്റെ ഇടി എന്നതാ? എത്ര പൗണ്ടാ ബ്രേക്കർ? യാക്കി 12 യാക്കി ഒരേ സമയം പിന്നെ കോരി ഇടുന്നു. ഇതെല്ലാം കൂടി ഇതെല്ലാം തമാശ പിള്ളകളിയാണെന്നാണ് പറയുന്നത്. ഇത് മനുഷ്യർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചെവി മൂളുക. ചെവിക്ക് ഭയങ്കര മൂളിച്ച ചെവി ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂളുക ഈ ഇടിയുടെ ഒച്ച കേട്ട്. ഇവിടെ കുറേ പേര് ഇങ്ങനെ എഴുക്കസിയ ഏതപ്പാ കോതമംഗലം എന്നും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. JCB അത്ര പോയി കേട്ടോ, മറ്റേത് ഇത്ര പോയി, മറിച്ചേത് ഇത്ര പോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി. ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപയുടെ വരുമാനമാണ്. അതായത് 70 ലോറി മിനിമം വന്ന് പോകുന്നു. 40 ടൺ ഭാരം സാധനം പോകുന്നു. 40 ടണ്ണാണ് ഓരോ ലോറിയിലും പോയിക്കൊണ്ടിരിക്കുന്നത്. കണക്ക് കൂട്ടിക്കും. ഇതെവിടെ കൊണ്ടേ കൊടുക്കുന്നു? ആ കട്ടച്ചറ ചെന്ന് കഴിഞ്ഞാൽ ഈ ലോറികൾ ഇഷ്ടംപോലെ അവിടെ കിടപ്പുണ്ട്. ഇതേ ലോഡ് പോയി ആവശ്യക്കാർക്ക് ലോഡ് കൊടുക്കുക. എന്നുവെച്ചാൽ പറയുന്നത് അവിടെ കൊണ്ടുപോകുക, കടലിൽ കൊണ്ടുപോയിടുക, കായലിൽ കൊണ്ടുപോയിടുക, ചുമ്മാ അടിച്ചേക്ക്. ഇവിടെ ഉള്ളവരാ പറയുന്നത് കടലിൽ കൊണ്ട് കല്ലിടുക. ഏത് കടലിലാണ് ഇപ്പോൾ കല്ലിടുന്നത്? അതിൻ്റെ കാലം പോയി. ഒരു 60 കൊല്ലം മുമ്പ് 70 കൊല്ലം മുമ്പ് കടലിൽ കൊണ്ട് കല്ലിടുമായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് പരിപാടിയില്ല. വേറെ സാമാനമുണ്ട്. എന്നാ അതിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പുറത്തുനിന്നുള്ള സാധനങ്ങളാണ് ഇപ്പം വരുന്നത്. പുലിമുട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇടുന്നത്. ഇപ്പോൾ അതുകൊണ്ട് വേറെ ഓട്ടോമാറ്റിക്കായിട്ട് ചാടി നിൽക്കുന്ന സൈസാണ്. തിരമാലയുടെ കൂടെ അങ്ങ് പോകുന്ന സൈസാണ് അല്ലേ ഇടുന്നത്. ഇതൊക്കെ ചുമ്മാ പല വ്യക്തികൾ കൊണ്ട് കാശ് കൊടുക്കില്ല. വില 10 കുറേ കൊണ്ട് കൊടുത്താൽ പോലെ അവർ പിടിച്ചോളുകയല്ലേ, അല്ലെങ്കിൽ ഇടിച്ചോളുകയല്ലേ, വറുത്തോളുകയല്ലേ? ഇവർ കാശ് കിട്ടിയാൽ പോലെ. ഇത് കാശിന് വേണ്ടിയാണല്ലേ പണി, ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. ഉണ്ടായാലും എത്ര ഉണ്ടാക്കിയാലും പോരല്ലോ, അതിനു വേണ്ടിയല്ലേ. അത് അല്ല പിന്നെ ഇതുപോലെ കാശ് കൊടുത്ത് സ്ഥലം മേടിക്കാൻ പറ്റും. ഒരുത്തന്നെ ഇപ്പം താമസിക്കുന്ന 2-3 വീട്ടുകാർക്ക് വിലയ്ക്ക് വാടക കൊടുത്തോണ്ട് അവരായിരിക്കും. കഴിഞ്ഞ ദിവസം വീട് വെക്കാനുള്ള സ്ഥലം അവർ കൊടുത്തു. ഇവരാ കൊടുത്തത്. മാത്തുച്ചേട്ടൻ്റെ അനിയനാ സഹോദരനാണ് കൊടുത്തു കഴിഞ്ഞ് അവൻ വണ്ടി തടയാൻ തുടങ്ങി. തടയും കഴിഞ്ഞപ്പോൾ അവൻ വണ്ടി തടഞ്ഞെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ മുതലാളിമാരാണ്ട് വിട്ടു. നിനക്ക് വീടും സൗകര്യവും ഇത്രയും ചെയ്ത് തന്നാൽ പോരാടാ, ഇനി നിനക്ക് എന്നാടാ? അന്ന് ഞങ്ങൾക്ക് പൊടി വരുന്നുണ്ടോ നിനക്ക് അറിയത്തില്ലായിരുന്നു, സഹിച്ചോണ്ടാൽ മതിയെന്ന്. കയറിയില്ല പേരും അറിയുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിന് അവൻ ഇറങ്ങാൻ പറ്റുമോ? അതാ പറഞ്ഞ് ഓച്ചാനിച്ച് ഇവൻ്റെ പറ്റിയാൽ നമുക്ക് നാളെ ഇവനെതിരെ പറയാൻ പറ്റത്തില്ല. ഇവിടെ നേതാക്കന്മാർക്കെല്ലാം പറ്റും. ഉള്ളി പോതുകൊണ്ട് മിണ്ടാൻ പേരെന്ന് പറഞ്ഞ പോലെ തൂറിയാനോ ചുമന്നോനെ നാറുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പൊ പഞ്ചായത്തിലാണ് എല്ലാവരും മേടിക്കും. നേരത്തെ ഇതിനു മുമ്പ് ഇരുന്നവനൊക്കെ കാശ് മേടിച്ചിട്ടുണ്ട്. അവൻ തൂറിയാനോ ചുവന്നോനെ നാറിയാനായി പോയി ഇറങ്ങിപ്പോയി. ഇനി വരുന്നവനും ഇതേ അവസ്ഥയെ പോകുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതേ അവസ്ഥയാണെങ്കിൽ അവന് മിണ്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മിണ്ടുകയില്ല. നമ്മൾ പേപ്പർ അയക്കുന്ന ആ ഊന്ന് വെച്ച് ഇവൻ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, അതുകൊണ്ട് ഇതുണ്ട്, അല്ലെങ്കിൽ അത് ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഇവൻ പതിയെ ഒഴിവാക്കി അങ്ങ് വിടും. അവർക്ക് എല്ലാ മാസം കണക്കിന് കിട്ടും. ഇവിടെ വേറൊരു പാറമട നടന്നുകൊണ്ടായിരുന്നു ഇതിനു മുമ്പ്, ഒരു ചെറിയ പാറമട. ആ പാറമട അപ്പം എൻ്റെ ബന്ധു പോലീസിലുണ്ടായിരുന്നു. അപ്പം അന്ന് കോട്ടയം SP ആയിട്ടിരുന്ന അല്ല പറയല റിട്ടയർഡായിപ്പോയി. കോട്ടയം SP ആയിരുന്ന മാസം 50,000 രൂപ വെച്ച് പുള്ളിയിൽ നിന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. മാസം 50,000.
അത് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പം പോലീസും റിട്ടയർഡായി, SP റിട്ടയർഡായി കഴിഞ്ഞ് ഞങ്ങളൊരു ദിവസം ഒരിടത്ത് പോയി വരുമ്പോൾ ഞാൻ വിളിച്ചു പുള്ളി പറയാം, എടാ ജോർജേ നീ മറ്റേടത്ത് പോയി ആ പാറമ്പടയിൽ ഒരു 2-3 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് വാടാന്ന് പറഞ്ഞു. അന്നേരം ഇവനെടുത്ത് വായിച്ചു ചോദിച്ചു, എടോ തനിക്കിത് മതിയായില്ലേ, റിട്ടയർഡുമായി, ഇനി ഞാനും റിട്ടയർഡ്, താൻ ഇനി കോപ്പ് മേടിക്കാൻ ഞാൻ പോയി, വേണം താൻ വന്ന് തന്നെ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കാശം തരം മേടിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, ഈ പറഞ്ഞ ഏത് വിശ്വാസി ആയിക്കോട്ടെ, ആ വിശ്വാസമുള്ള ഗ്രന്ഥം എടുത്ത് തൊട്ടിട്ട്, കോടതിയിലൊക്കെ നമ്മൾ സത്യം പറയുന്നുണ്ടല്ലോ, ഈ സത്യമായിട്ട് ഞാൻ ഈ സാധനം, ഈ വിശുദ്ധ ഗ്രന്ഥം, ഞാൻ വിശ്വസിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം, ഖുറാനാണ് ഖുറാൻ, പിന്നെ മറ്റേ ഭഗവത്ഗീതയാണ്, അത് എന്നാണ് എടുത്തു വെച്ചിട്ട്, ബൈബിളാണ് ബൈബിൾ, ഞാൻ 10 പൈസ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരോ എത്ര പേരുണ്ട് പറയട്ടെ. അവനാ വിശ്വാസി. ഞാൻ പറയും ഇവൻ കോടി ഉണ്ടാക്കിയാലും നാളെ ഞാനോ നമ്മൾ ഇത്ര 5-6 പേര് ഇവിടെ നിൽക്കുന്നു, നാളെ ഞാൻ ചത്തു പോയാലും നിങ്ങൾ പറയില്ല ആ പള്ളി ഇത്രയും പറയില്ല, പുള്ളി പോയല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് പോകത്തില്ലെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചാലും നമ്മളിവിടെ ചുമ്മാ ഒരു എന്നാ പറയുന്നത്, എൻ്റെ ഒരു ചുമ്മാ ഒരു എന്തോ ജീവിച്ചു പോകുന്നു, അതിൽ കൂടുതൽ ഒരു കാര്യമില്ല. പിന്നെ ഇവനെ അത്യാഗ്രഹം കൊണ്ട് 2 കൈക്ക്, ഇപ്പം ഒരു കൈക്കല്ലേ വാരി തിന്നാൻ പറ്റുള്ളൂ. ഇവന് ഇത്രയും കോടി ഉണ്ടാക്കിയാൽ, ഈ മോനായി എന്ന് പറയുന്നത് ഇത്രയും കോടി ഉണ്ടാക്കി 2 കൈക്കും വാരി തിന്നാൻ പറ്റുമല്ലോ. രാവിലെ അപ്പിയിടാൻ പോയാൽ നമ്മളും കുത്തിയിരുന്നേ അപ്പിയിടുള്ളൂ, അവനും അപ്പിയിടുള്ളൂ. ഞാൻ കല്ലിൻ്റെ മുതലാളിയാന്ന് പറഞ്ഞാൽ വലിയ കൂടുതൽ സ്വർണ്ണമൊന്നും പോകുന്നില്ല വയറ്റിൽ നിന്ന്, നാറിയ സാധനം തന്നെ വയറ്റിൽ നിന്ന് പോകുന്നു. ഇതാദ്യം മനസ്സിലാക്കാം. സത്യസന്ധത ഇല്ലാത്തവനാണ് ഇവിടെ ഭരിക്കുന്നത്. സത്യസന്ധത ഇല്ലാത്ത ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ സംഭവം വന്നത്. അല്ലെ ഈ സംഭവം ഇവിടെ വരികയില്ല. ജനവാസ മേഖലയിൽ പാറമട നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുന്നത്, എത്ര മനുഷ്യർ, എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ജനവാസ മേഖലയാണ്. ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്നാ? മനുഷ്യത്വം എന്ന് പറയുന്നത് മനസാക്ഷി അനുസരിച്ച് പെരുമാറുമ്പോൾ അവിടെ മനുഷ്യത്വം ഒന്നും ഉണ്ടാകും. അല്ലാതെ കൂടുതൽ പുണ്യപ്രവൃത്തി എന്ന് പറയുന്ന വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പഠിപ്പിച്ചത്, എന്നെ മനസ്സിലാക്കിയത് വരെ എൻ്റെ ഗുരുവാണ് സത്യം. ഞാനതാ പറഞ്ഞിരിക്കുന്നത്. നീതിക്കും സത്യത്തിനും വേണ്ടി മാത്രം ജീവിക്കുക. അല്ല നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചോ, കുറേ മിടുക്കനാന്ന് പറഞ്ഞിട്ടോ മിടുക്കനായിട്ട് ജീവിച്ചിട്ടോ ഒരു കാര്യവുമില്ല. സത്യസന്ധതയായിരിക്കണം ജീവിതം. ഒരു തുറന്ന പുസ്തകമായിരിക്കണം. അല്ല കുറേ ഉണ്ടാക്കി വെച്ചോ, അന്ന് ചത്ത് കഴിയുമ്പോൾ 100,000 പേര് വന്ന് റീത്ത് വെച്ചു, പണ്ടാരണ്ട് പറഞ്ഞ പോലെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ റൂട്ട് വെക്കുന്നു, മരിച്ചവൻ്റെ കല്ലറക്കെ കിടന്ന് പിന്നെ ഉഴുന്നട വെക്കുന്നു, ഉള്ളിവട വെക്കുന്നു, ചായ വെക്കുന്നു, കാപ്പി വെക്കുന്നു. എന്നാലോചിച്ച് നോക്കി, അത് പാടില്ല.